കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിനിടയിൽ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന സോക്കർ ചിത്രപ്രദർശനം വെയിറ്റിംഗ് ഫോർ ഗോൾ ശ്രദ്ധേയമാകുന്നു. ദിലീപ് കീഴൂരാണ് ഈ ചിത്രപ്രദർശനവുമായി എത്തുന്നത്. വെയിറ്റിംഗ് ഫോർ ഗോൾ ചിത്രപ്രദർശനത്തെക്കുറിച്ച് ദിലീപ് കീഴൂർ. ഈ വർഷത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തോടനുബന്ധിച്ച് ഞാനൊരു ചിത്രപ്രദർശനം ഒരുക്കുന്നുണ്ട്. അതിൻ്റെ പേര് വെയിറ്റിംഗ് ഫോർ ഗോൾ എന്നാണ്. അങ്ങനൊരു ചിത്രപ്രദർശനം നടത്താൻ എന്നെ പ്രേരിപ്പിച്ച ഒരു സംഗതി, എൻ്റെ കുട്ടിക്കാലത്തും പിന്നീടും ഒക്കെ ഞാൻ ഭിന്നശേഷിക്കാരനാണ്. ഭിന്നശേഷിക്കാരനായി ഞാൻ കുട്ടിക്കാലത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അപ്പോൾ ആ കളിഗ്രൗണ്ടിലൊക്കെ ഉണ്ടായ എക്സ്പീരിയൻസ്, പിന്നെ കുറേ കോളേജ് ടീമിലൊക്കെ കളിച്ചു. അതിനുശേഷം അതിൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്, സോക്കർ ഫിലോസഫി. അത് എനിക്ക് തന്ന ചില കാഴ്ചകളാണ് ചിത്രത്തിലൊക്കെ മുഴുവനായിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 30ഓളം മിക്സഡ് മീഡിയ, അക്രിലിക്, വാട്ടർ കളർ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് എക്സിബിറ്റ് ചെയ്തത്. ഇത് ശരിക്കും വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറഞ്ഞിരിക്കുന്ന സാമുവൽ ബക്കറ്റിൻ്റെ വിശ്വവിഖ്യാതമായ നാടകത്തിലെ ഈ രണ്ട് കഥാപാത്രങ്ങൾ എങ്ങനെ ഒരു പ്രതീക്ഷയെ കാത്തു നിൽക്കുന്നു എന്നതുപോലെ ഇതിലെ സ്പോർട്സ് ക്ലബിലെ രണ്ട് കഥാപാത്രങ്ങൾ അവരുടെ പ്രതീക്ഷാനിർഭരമായ ഫുട്ബോൾ കാലത്തെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്ന ഒരു സംഗതി. അതിൽ വയലും പിന്നെ പലതരത്തിലുള്ള ഗ്രൗണ്ടുകളുണ്ട്, ചരല്, ചളി, കുന്നുംപുറം ഒക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സംഗതി. പിന്നെ വയലിൽ ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന കളിക്കാരൊപ്പം ഉണ്ടാവുന്ന പുൽച്ചാടികൾ, പ്രാണികൾ, മത്സ്യങ്ങൾ, ഇഴജന്തുക്കൾ പോലെയുള്ള എല്ലാം അവിടെ അതിൻ്റെ ഇക്കോസിസ്റ്റവും അടക്കമാണ് ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്. ഒപ്പം നമ്മുടെ കാലത്ത് ലോക നിലവാരത്തിലേക്കുള്ള കാൽപന്ത് കളിയിലേക്ക് എത്താനുള്ള അവരുടെ സ്വപ്നങ്ങളും ഉന്മാദങ്ങളുമാണ് ഈ ചിത്രത്തിൽ. ഞാൻ ആദ്യമായിട്ട് എക്സിബിഷൻ നടക്കുന്നത് 1992 ആണ്. അത് കോഴിക്കോട് ആർട്ട് ഗാലറി തന്നെ തെരുവിൻ്റെ വാതിലുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രപ്രദർശനമായിരുന്നു. പിന്നീട് ഗ്രൂപ്പ് എക്സിബിഷൻ അടക്കം ഏതാണ്ട് 25ഓളം എക്സിബിഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗാലറികൾ പോലെയുള്ള ഇന്ന് വ്യത്യസ്തമായി തെരുവോര ചിത്രപ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ 2010 ഞാൻ പന്തിൻ്റെ പൊക്കിൾക്കൊടിയിൽ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ഫുട്ബോൾ വിഷയമായിട്ട് ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. അതിൻ്റെ ഇത്തിരി ചിത്രങ്ങൾ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ ചെയ്യുന്നത് കഥകൾ ആസ്പദമാക്കിയിട്ടുള്ള, അപ്പോൾ ബഷീറിൻ്റെ മതിലുകൾ, ഒ.വി. വിജയൻ്റെ കടൽ തീരത്ത്, പിന്നെ അങ്ങനെയുള്ള കഥകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരച്ചിട്ട് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വേറൊരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു എക്സിബിഷൻ്റെ തിരക്കിനും കൂടിയാണ്. ചിത്രകലയിലേക്ക് ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സ്കൂളിലൊക്കെ ചുമരിലൊക്കെ കോറിയിട്ട വരകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചിത്രമായ ചില വരകൾ ചുമരുകളിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആകർഷണം തോന്നുകയും പിന്നീട് മെല്ലെ നമ്മൾ വരച്ചു പഠിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കാലിക്കറ്റ് ഫൈൻ ആർട്സ് സെൻറ്ററിൽ വെച്ചിട്ട് ഞാൻ ചിത്രകല പെയിൻറ്റിങ്ങിൽ പഠിക്കുകയുണ്ടായിരുന്നത്. ഡ്രോയിങ് കോഴ്സ് കഴിഞ്ഞു, KGC ഇൻ ഫൈൻ ആർട്സ് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കുറേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ BFAക്കും MFAക്കൊക്കെ പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരോടൊപ്പം തന്നെ ചിത്രകലേൻ്റെ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേരളത്തിൻ്റെ ചിത്രകലയായി, ലോക ചിത്രകലയുമായി ബന്ധപ്പെട്ടൊക്കെ ഡിസ്കഷൻസ് ഒക്കെയാണ്. ഞാൻ ഏതാണ്ട് 2500 ചിത്രങ്ങൾ പ്രിന്റ് മീഡിയയിൽ വരച്ചിട്ടുണ്ട്. പുസ്തകത്തിലും മാഗസിനിലും ഒക്കെ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകത്തിന് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴും എന്താ പറയുക, പുതിയ തലം കണ്ടംപററി ആർട്ട്, സമകാലിക ചിത്രകലയിലെ ആരൊക്കെ ലോകത്തിൽ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൗതുകമൊക്കെ ആയിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു ചിത്രകാരൻ കൂടിയാണ്. ഇത്തവണത്തെ ലോകകപ്പിൻ്റെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ലോകകപ്പ് ഫുട്ബോളിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഒരുപാട് ഫാൻസിൻ്റെ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ടീമുമായി ബന്ധപ്പെട്ട് അർജന്റീന, പോർച്ചുഗൽ, സ്പെയിൻ, ബ്രസീൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട ടീമുകളൊക്കെ തോറ്റുപോയ ഒരു സമയം കൂടിയാണിത്. അപ്പം ഞാൻ മിക്കവാറും ഫ്രാൻസിൻ്റെ ഒരു ടീമിനോടൊപ്പമാണുള്ളത്. ഒരേ രീതിയിൽ കളിക്കുന്ന ഒരാൾ പോയാൽ മറ്റൊരാളെന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്താണ് അതിൽ ഒരാളുണ്ട്. ഒരു ഏകപക്ഷീയമായ ഒരു ടീം ആയിട്ടുള്ളതല്ല. ബംപെ, ഓലീസെ പോലെയുള്ള ഒരുപാട് ഡംബലെ പോലെയുള്ള കളിക്കാരുണ്ട്. ഇപ്പം നമ്മളിപ്പം മെയിനായിട്ട് കേരളത്തിൽ മെസ്സി, റൊണാൾഡോ, നെയ്മർ അങ്ങനെയുള്ള ആൾക്കാർ എടുത്തു കാട്ടുന്നത്. പക്ഷേ ആ വലിയ കളിക്കാരെ പിറകിൽ ഒരുപാട് യൂത്ത് ആയിട്ടുള്ള ഒരുപാട് മികച്ച കളിക്കാരുണ്ട്. അവർ ഇപ്പം എന്താ പറയുക, നോർവേൻ്റെ ഹാലൻഡ് ഒരു പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ്. ഹാലൻഡ് നോർവേനെ ഒറ്റയ്ക്ക് ചുള്ളിയേറ്റി കൊണ്ടുപോകണമെന്നെങ്കിൽ പറയാം. അപ്പം ഹാലൻഡ് ഒരു പ്രിയപ്പെട്ട കളിക്കാരനാണ്. എന്നാലും എബാംപെ എന്നുള്ള കളിക്കാരന് അയാളുടെ സ്റ്റാമിന അതൊക്കെ ഭയങ്കര കൗതുകത്തോടെ നോക്കി കാണുന്നതാണ്. ഞാൻ ഫുട്ബോളിൻ്റെ ഒരു ഫിലോസഫി പല രീതിയിൽ കാണുന്നു. കാരണം ഫുട്ബോളിൽ എൻ്റെ ഫിലോസഫിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഫുട്ബോളിന് മുന്നേറ്റക്കാർ എന്ന് പറയുന്നൊരു ടീമുണ്ട്. അതായത് മുന്നോക്കക്കാർ എന്ന് പറയുന്ന പോലെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ പിന്നെ ഒരു പിന്നോക്കക്കാരുണ്ട്, ഡിഫൻസ്, പിന്നെ ഒരു മധ്യനിരയുണ്ട്, മധ്യവർഗം,
പിന്നെ ഒരാളുണ്ട്, ഒറ്റപ്പെട്ട ഒരാൾ, ഒരു ഗോളി. ഇതാണ് അതിൻ്റെ സിസ്റ്റം. ഇത് ഒരു നമ്മുടെ സാമൂഹ്യ ഘടനയുടെ സിസ്റ്റമാണ് ഈ ഫുട്ബോളിലുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാം. അതിലുപയോഗിക്കുന്ന വാക്കുകൾ ഫൗള്, പിന്നെ സമനില എന്നൊക്കെ. മനുഷ്യന് സമനില നഷ്ടപ്പെടുമ്പോഴാണ് പല സംഗതികളും ഉണ്ടാവുക. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളുടെയും ഫിലോസഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടുണ്ടായതും അതിൻ്റെ ചരിത്രമായിട്ടുണ്ടായിട്ടാണ്. ലോക ചരിത്രം മുതൽ ഇങ്ങോട്ട് ഫുട്ബോൾ യുദ്ധത്തിൻ്റെ ആയാലും ഒക്കെ തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കളിക്കുമ്പോൾ യുദ്ധം എന്നാണ് പറയുന്നത്. അപ്പം ലോകയുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ലോക സിനിമയായി ബന്ധപ്പെട്ട് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 10 സിനിമകളിൽ ഒന്ന് നരകത്തിലെ 2 ഇടവേളകൾ എന്ന് പറയുന്ന 2 ഹാഫ് ടൈംസ് ഇൻ ദ ഹെൽ എന്ന് പറയുന്ന സോട്ടം ഫാബ്രി ചെയ്തൊരു സിനിമയായി. അതിൽ 10 സിനിമ എടുത്തു നോക്കിയാൽ ആ സിനിമയുണ്ട്. അങ്ങനെ അത്രയും ഫിലോസഫി ഈ ഫുട്ബോളിൽ ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും അത് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ശരിക്കും അത് പിന്നെ ഒരു പഠന വിഷയമായി മാറേണ്ടതാണ്, കേരളത്തിൽ മാറേണ്ടതാണ്. ഒരുപക്ഷെ അന്വേഷകരുണ്ട്. പക്ഷേ ഈ എൻ്റെ എക്സിബിഷൻ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷ ക്ലബ്ബാണ്. പ്രതീക്ഷയാണ് നമ്മുടെ പുതിയ കളിക്കാർ വളരണം. അതോടൊപ്പം തന്നെ ഗ്രൗണ്ടുകൾ ഉണ്ടാവണം. ഗ്രൗണ്ടുകളില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സംഗതി. എൻ്റെ നാട്ടിലൊക്കെ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അത് ആ ഗ്രൗണ്ട് ഉപയോഗിക്കുന്നത് മറ്റുള്ള മോറൽ ആഘോഷങ്ങൾക്കും മറ്റുമാണ് ഉപയോഗിക്കപ്പെടുന്നത്. കുട്ടികൾ കളിക്കാൻ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു സങ്കടമാണ്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന വെയിറ്റിംഗ് ഫോർ ഗോൾ എന്ന ചിത്രപ്രദർശനത്തെക്കുറിച്ച് ചിത്രകാരൻ ദിലീപ് കീഴൂർ സംസാരിച്ചതാണ് കേട്ടത്. പ്രദർശനം നാളെ കൂടിയുണ്ട്. നിർവഹണ സഹായം അഖിൽ കെ. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.